നിങ്ങളെല്ലാവരെയും പോലെ ഈസ്റ്റ് കോസ്റ്റിന്റെ ഗാനങ്ങൾ കേട്ട് വളർന്ന ഒരു ചൈൽഡ്ഹുഡ് തന്നെയാണ് എൻ്റെ. ഞാൻ പറയാറുണ്ട് സാറിനെ പണ്ട് എങ്ങനെ കിളിയുടെ എന്ന സോങ് ഞാൻ പല വേദികളിലും കോമ്പറ്റീഷനൊക്കെ പാടിയിട്ടുണ്ട് പണ്ട് ലൈവ് മ്യൂസിക് പാടുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം തൊട്ട് എൻ്റെ ചെറുപ്പം തൊട്ട് പാടി തുടങ്ങുന്ന സമയം തൊട്ട് പാടാറുള്ള പാട്ടുകൾ ഈസ്റ്റ് കോസ്റ്റിന്റെ പല പാട്ടുകളുണ്ട്. അപ്പോൾ ആ ചെറുപ്പം തൊട്ട് തന്നെ മ്യൂസിക്കിന് ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഓഡിയോ കമ്പനി എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പടം ചെയ്യാൻ പറ്റുന്നോ സിനിമ ചെയ്യാൻ പറ്റും ചിന്തിച്ചിട്ടില്ല. ഇന്ന് സാറും സംവിധാനം ചെയ്ത അല്ലെങ്കിൽ സാർ പ്രൊഡ്യൂസ് ചെയ്ത 3 സിനിമകൾ കണ്ടിന്യൂസ്ലി എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റി. കള്ളനും ഭഗവതിയും ചിത്തിനി ആൻഡ് ദിസ് വൺ ഭീഷ്മർ. 3നും മ്യൂസിക്കിന് അത്രയും പ്രാധാന്യമുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് അഭിമാനം പറഞ്ഞാൽ സാറ് കണ്ടിന്യൂസ്ലി 3 പടത്തിൽ വെക്കണമെങ്കിൽ എന്തായാലും സാറിന് അത്രയും മ്യൂസിക് സയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി, സാറിന് അത് ഇഷ്ടപ്പെടാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നും കൂടെ ഞാൻ വളരെ അഭിമാനത്തോടെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ ഊർജവും മുന്നോട്ടുള്ള എൻ്റെ ജേണിയിൽ ഒരുപാട് ഒരു മോട്ടിവേഷനും ഒക്കെയാണ് സാറുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. സാർ ഇപ്പോൾ ധ്യാൻ ചേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ സാർ ഇപ്പോൾ മാഷ് എന്ന പ്രിൻസിപ്പളാണ്. വാട്ട് എവർ എന്നെ ഡിസിപ്ലിൻ ഇപ്പോഴും സാറ് ഞാൻ ഡിസിപ്ലിൻഡ് അല്ല എന്ന് പറയുന്ന ആളാണ് എൻ്റെ ടൈമിംഗ് ഒക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നതിൽ ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. അത് സാർ വലിയൊരു പാർട്ടാണ് അതിൽ. കാരണം സാർ അത്രയധികം നമ്മൾ പഠിപ്പിക്കും, സമയത്തിന് എത്തുക, സമയത്തിന് തീർക്കുക, സമയത്തിന് പാട്ട് കമ്പോസ് ചെയ്ത് തീർക്കുക, BGM ആണെങ്കിലും. ഈ പടം എന്ന് പറയുന്നത് ഭീഷ്മർ മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യമുള്ള സിനിമയാണ്. ഇപ്പോൾ കേട്ട ഈ 2 പാട്ടുകൾ കൂടാതെ ഇനിയും പാട്ടുകളുണ്ട്. പിന്നെ അതിനും അപ്പുറം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അത്യാവശ്യം വളരെ സ്പേസ് ഉള്ളൊരു മൂവിയായിരുന്നു. കാരണം സ്കോർ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കണം, വളരെ ഡൈനാമിക്സ് ഇങ്ങനെ മാറി കയറിയും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പടമാണ്. അപ്പൊ എൻ്റെ കൂടെ ഒരു നല്ലൊരു ടീം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരും വിളിച്ചിരുന്നു. പലരും ഗ്ലാഡി എത്തിയിട്ടുണ്ട്. ഗ്ലാഡിയൊക്കെ എൻ്റെ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തു ഈ പടത്തിൽ.